2 ദിവസമായി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് റാപ്പർ വേടന്റെ ലഹരി കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. വേടൻ എന്നറിയപ്പെടുന്ന റാപ്പർ ഹിരൺദാസിന്റെ വീട്ടിൽ എക്സൈസ് സംഘം പരിശോധന നടത്തുകയും 5 ഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയും എല്ലാം ചെയ്തിരുന്നു. സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചാൽ മാത്രം അഭിനയം വരുന്ന സിനിമാ മേഖലയിലെ ചിലരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വേടന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ കഞ്ചാവ് വളരെ ചെറിയ അളവിൽ മാത്രം കണ്ടെത്തിയതിനാൽ തന്നെ വേടനെ അവർ വിട്ടയക്കുകയുണ്ടായി. എന്നാൽ വീണ്ടും ഈ വേടനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ്. ഇപ്പോഴത്തെ വിഷയം വേടന്റെ കഴുത്തിലെ മാലയിൽ തൂക്കിയിട്ടിരിക്കുന്ന പുലിപ്പല്ലാണ്. ഇപ്പോൾ വേടനെതിരെ വനം വകുപ്പ് കേസ് എടുത്തിട്ടുണ്ട്. വേടൻ വീണ്ടും അറസ്റ്റിലാകുകയാണ്. വേടനെ നിരന്തരം വേട്ടയാടുന്നത് ഈ പറയുന്ന കേസുകളൊന്നുമല്ല. പകരം എന്താണ് അയാളുടെ ജാതിയും നിറവും, അതുപോലെ അയാളുടെ ഓരോ പാട്ടിലുമുള്ള കറുപ്പിന്റെ രാഷ്ട്രീയവും ദളിത് രാഷ്ട്രീയവും വെറുപ്പിന്റെ രാഷ്ട്രീയവും എല്ലാമാണ്. ഈ കാരണങ്ങളാണ് അയാളെ വേട്ടയാടുന്നതിന് പ്രധാന കാരണം. ഇന്നത്തെ യുവതലമുറ നെഞ്ചിലേറ്റുന്ന ഒരു കലാകാരനാണ് വേടൻ. ഒരു വിഭാഗം വേടനെ അനുകൂലിച്ചും മറ്റൊരു വിഭാഗം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേടനെ എതിരെ നിൽക്കുന്ന പക്ഷവുമുണ്ട്. നിയമം അനുശാസിക്കുന്ന പോലെ നിയമത്തിന്റെ പക്ഷത്തിൽ നിൽക്കുകയാണെങ്കിൽ പല ഉന്നത കുലജാതിക്കാരെയും ഇതേ നിയമം ബാധിക്കണം. അല്ലാത്ത പക്ഷം വേടന്റെ അറസ്റ്റ് തികച്ചും മതവും ജാതിയും നിറവുമായി മാത്രം ഒതുങ്ങുന്ന ഒന്നായി മാറും. കൂടുതൽ വിശദമാക്കമായും സ്വാതി, വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഇന്നത്തെ കാലത്ത് മലയാള യുവ മനസ്സുകളുടെ ഹരമായി മാറിയ റാപ്പർ വേടൻ ഹിരൺദാസ് മുരളി എന്ന വേടൻ തന്റെ അതുല്യ എഴുത്തുകൊണ്ടും പാട്ടിലൂടെയും മലയാള മനസ്സിനെ ത്രസിപ്പിച്ച് കൈകളിലാക്കി. ഭരണത്തിലെ കറുത്ത രാഷ്ട്രീയത്തെയും നിറം മങ്ങുന്ന ലോകത്തിലെ കാഴ്ചകളെയും പാട്ടിലൂടെ അവതരിപ്പിച്ച് കലാകാരനെ ഒരു കഞ്ചാവ് കേസിൽ അകത്തിടാമെന്ന് കരുതിയ അധികാരികൾക്ക്, നിയമപാലകർക്കും അതിന് സാധിക്കാതെ വന്നപ്പോൾ കുരുക്കുകൾ കൂടുതൽ മുറുക്കി അഴിക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിഞ്ഞു കെട്ടി അയാളെ അകത്താക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നിയമം കയ്യിലെടുത്തത് വനം വകുപ്പായിരുന്നു. വനം വകുപ്പിന്റെ കേസുകളിൽ നിന്നും ഊരിപ്പോരാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയതോടെ കൂടുതൽ കുരുക്ക് മുറുക്കി വേടനെ ഇല്ലാതാക്കാൻ ആർക്കാണ് ഇത്രയും ആഗ്രഹം? അയാൾ എന്ന വ്യക്തിയോടല്ല, പകരം അവന്റെ നിറത്തിനോടും ജാതിയോടുമാണോ? അതോ അയാളുടെ എഴുത്തിനെയും പാട്ടിനെയും ഭയക്കുന്ന ഒരു കൂട്ടം മനഃപൂർവ്വം മുറുക്കുകയാണോ ചെയ്യുന്നത്? ചോദ്യങ്ങൾ ജനങ്ങൾക്ക് ധാരാളമുണ്ട്. എന്തുകൊണ്ട് വേടനെ വേട്ടയാടുന്നു? ഇവിടെ നിയമമാണ് നോക്കേണ്ടത്. നിയമത്തിന്റെ കണ്ണിൽ വേടൻ തെറ്റുകാരനാണ് പറയുന്നവരോട് ഇതേ നിയമം തന്നെയാണ് ആനക്കൊമ്പ് കേസിൽ ഒരു മഹാനടനെ വെറുതെ വിട്ടത്. മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ആരും വലിഞ്ഞു മുറുകിയിട്ടൊന്നുമില്ലായിരുന്നു. ആരും അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിൽ ഇടാനോ പോയിട്ടില്ലായിരുന്നു. കാരണം മോഹൻലാൽ എന്ന മഹാനടൻ എന്ന പദവി മാത്രമായിരുന്നില്ല അവിടെ. അദ്ദേഹത്തിന്റെ ജാതിയും മതവും നിറവും എല്ലാം അദ്ദേഹത്തിന് അനുകൂലമായി തന്നെ വന്നിരുന്നു. കാലങ്ങളായി മോഹൻലാലിനെതിരെ കേസ് നിലനിൽക്കുന്നതല്ലാതെ അദ്ദേഹത്തിനെതിരെ യാതൊരു ആക്ഷനും അവിടെ വന്നിട്ടില്ല. എന്നാൽ തനിക്ക് ആരാധകരിൽ നിന്നും സമ്മാനമായി ലഭിച്ച പുലിപ്പല്ല് നിയമലംഘനമാണെന്ന് പോലും അറിയാത്ത ഒരു സാധാരണക്കാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കൂടുതൽ കുരുക്ക് മുറുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അവിടെ അവർണനും സുവർണനും എന്നൊന്നും വേർതിരിവില്ല. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലുമുണ്ടല്ലോ സ്വർണത്തിൽ പൊതിഞ്ഞ പുലിപ്പല്ലുകൾ. അതിൽ എന്തുകൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തുന്നില്ല? അദ്ദേഹത്തിന്റെ പദവിയാണോ അതോ നിറമോ ഉന്നത കുലജാതിക്കാരനായതിനാലാണോ? അന്വേഷണം ശക്തിപ്പെടുത്താത്തത് എന്തുകൊണ്ട്? വനം വകുപ്പിന്റെ കണ്ണുകൾ അവിടേക്കൊന്നും എത്തിപ്പെടുന്നില്ല. ഒരു സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടിക്കാൻ തിടുക്കം കാണിക്കുന്നവർ എന്തുകൊണ്ട് ഇതൊന്നും കാണാതെ പോകുന്നു? ജനം വിഡ്ഢിയൊന്നുമല്ല, അതറിയാനുള്ള അവകാശം ജനത്തിനുമുണ്ട്. മോഹൻലാലിനെതിരെ പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ ഒരു ആനക്കൊമ്പ് കേസിൽ അദ്ദേഹത്തിന്റെ പക്കൽ വ്യക്തമായിട്ടുള്ള രേഖകൾ കൈവശമുണ്ടായിരുന്നു. അദ്ദേഹം ആനക്കൊമ്പ് കൈവശം വെച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ അല്ലെങ്കിൽ ബോധവാനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ച ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അതടങ്ങുന്ന എല്ലാ രേഖകളും മോഹൻലാൽ എന്ന നടന്റെ പക്കൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതെല്ലാമാണ് ആ ഒരു നടനെതിരെ കൂടുതലായിട്ടും ആക്ഷൻ ഒന്നും എടുക്കാത്തതിനുള്ള ഒരു പ്രധാന കാരണം. പക്ഷെ ഇന്നും കേസ് നിലനിൽക്കുന്നുണ്ട്. വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ അടങ്ങുന്ന എന്തെങ്കിലും കൈവശം വെച്ചാൽ 7 വർഷം വരെ തടവ് അനുഭവിക്കേണ്ട ശിക്ഷ നിലനിൽക്കുന്നുണ്ട്.
ഇവിടെ വേടന്റെ കാര്യത്തിൽ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം ഒരുപാട് ട്രോമകൾ നിറഞ്ഞ സാഹചര്യത്തിൽ കൂടി കടന്നു വന്ന ഒരാളാണ് അയാൾ. ഒരു നേരത്തിന് വേണ്ട ആഹാരത്തിനായി ഓടിയിട്ടുള്ള വ്യക്തി. ശ്രീലങ്കൻ പശ്ചാത്തലം ഉണ്ടെന്നുള്ള വാദങ്ങൾ അയാൾക്ക് നേരെ നിലനിൽക്കുന്നുണ്ട്. അയാളുടെ അമ്മ ശ്രീലങ്കക്കാരിയാണെന്നുള്ള വാർത്തകൾ അവിടെ വരുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്നും കുടിയേറിയ ഒരുപാട് പേർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിലൊരുവനാകാം അയാളും. ഇത് ശരിക്കും പറഞ്ഞാൽ പോലീസിന്റെ ചുമതലയാണ് ഇതെല്ലാം അന്വേഷിക്കേണ്ടതെല്ലാം. ക്യാൻസർ രോഗിയായ അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരത്തിനായി ഓടിയ വേടന്റെ പശ്ചാത്തലമൊന്നും ഒരുപക്ഷെ കേരളത്തിലെ ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാവില്ല. അവനിലെ പട്ടിണിയും പ്രാരാബ്ധവും അവഗണനയുമാണ് വേടൻ എന്ന റാപ്പറെ ഉടലെടുത്തത്. വിദ്യാഭ്യാസം ലഭിക്കാത്ത പട്ടിണിയും പ്രാരാബ്ധവും ചുമന്ന് ചേരിയിൽ ജനിച്ചു വളർന്ന ഒരു ആൾക്ക് നിയമം അറിയണമെന്നോ പഠിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല. അവനിലുണ്ടായ ആകെ ലക്ഷ്യം എന്താണ്? അവനിൽ ജന്മനാൽ ലഭിച്ച അവന്റെ എഴുത്തും പാട്ടും എന്ന കല കൊണ്ട് വയറ് നിറയ്ക്കുക എന്നത് മാത്രമായിരുന്നു. ആ കഴിവിനെയാണ് നമ്മുടെ നിയമപാലകർ അടിച്ചമർത്തിയിട്ടുള്ളത്. ജാതിയും മതവും തൊട്ടുതീണ്ടലും എല്ലാം ഇന്നും പലതരത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ഇതുപോലൊരു കലാകാരൻ വളർന്നു വരാൻ ഒരു പക്ഷം ആഗ്രഹിക്കില്ല. ഇതാണ് സത്യം. കലാഭവൻ മണി എന്ന അതുല്യ പ്രതിഭയെ നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം എന്ന കലാകാരൻ ഉയർന്നു വരാൻ അദ്ദേഹം നേരിട്ട അവഗണന ചില്ലറയൊന്നുമല്ലായിരുന്നു. അയാൾ നേരിട്ട പട്ടിണിയും നിറത്തോടുള്ള അവഗണനയും ആയിരുന്നു അയാൾ എന്ന നടനെയും അയാളുടെ നാടൻ പാട്ടുകളെയും സൃഷ്ടിച്ചത്. ഇവിടെ ഷൈൻ ടോൺ ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും പിന്തുടരാത്ത കറുത്ത കൈകൾ വേടന് നേർക്ക് തിരിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ കെട്ടിപ്പൊക്കി അയാളുടെ വളർച്ചയെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ്. താൻ വെള്ളമടിക്കുമെന്നും വലിക്കുമെന്നും കഞ്ചാവ് അടിക്കുമെന്നും ഒറ്റ ചോദ്യത്തിൽ സമ്മതിച്ച വ്യക്തിയാണ് അയാൾ. വേണമെങ്കിൽ ഇതെല്ലാം അദ്ദേഹത്തെ നിഷേധിക്കാമായിരുന്നു. വെറും 6 ഗ്രാം വരുന്ന കഞ്ചാവ് താൻ ഉപയോഗിക്കില്ല എന്ന് അയാൾക്ക് പറയാമായിരുന്നു. തനിക്ക് സമ്മാനമായി ലഭിച്ച പുലിപ്പല്ല് നിയമത്തിനെതിരെയാണെന്ന് പോലും അയാൾക്ക് അറിയില്ല. ഇതെല്ലാം അറിയുന്നവർ സമൂഹത്തിൽ മാന്യന്മാരായി ജീവിക്കുന്നുണ്ട്. സിനിമാ ലോകത്തെ അനീതികൾ പുറം ലോകത്ത് കൊണ്ടുവന്നിട്ടും എന്തെങ്കിലും അതിനെതിരെ ചെയ്യാൻ നിയമത്തിന് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവർ എന്തിന് ഒരു സാധാരണക്കാരുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കുന്നു? കണ്ണടച്ച് കളയണം, അല്ലെങ്കിൽ നിയമം എല്ലാവർക്കും ബാധകമാക്കണം. സുരേഷ് ഗോപിയുടെ മാലയിൽ അങ്ങനെ ഒരു ലോക്കറ്റ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുക തന്നെ ചെയ്യണം, അത് പുറത്തു കൊണ്ടുവരണം. ഇന്ത്യയിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. സവർണനും അവർണനും ഒരേ ഒരു രാജ്യവും ഒരേ ഒരു നിയമവുമേ ഉള്ളൂ. അതെല്ലാവർക്കും ബാധകവുമാണ്.